1 ഗ്രാം സ്വർണത്തിന് 4500 രൂപ നിരക്കിൽ 10 ഗ്രാമിൻ്റെ സ്വർണ്ണമോതിരം വാങ്ങിയപ്പോൾ വിലയുടെ 3% GSTയും 10% പണിക്കൂലിയും നൽകി. കൂടാതെ പണിക്കൂലിയുടെ 5% GSTയും നൽകി. മോതിരത്തിൻ്റെ വില എത്ര? 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 4500 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 4500. അങ്ങനെ 10 ഗ്രാമിൻ്റെ സ്വർണ്ണമോതിര വാങ്ങിയത്. അപ്പം വില എത്ര വരിക? ഇൻറ്റു 10. 1 ഗ്രാമിൻ്റെ വില 4500, 10 ഗ്രാമിൻ്റെ വില 4500 ഇൻറ്റു 10, അതായത് 45000 രൂപയാണ് മോതിരത്തിൻ്റെ വില. ഇനി ഇതിൽ വിലയുടെ 3% GST ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ GST കാണണം. ഇതിൻ്റെ 3% 45000 ഇൻറ്റു 3/100. നമുക്ക് 100ഉം 2 0 വെട്ടിപ്പോയാൽ 45 ഇൻറ്റു 3 135. ഈ ഒരു 0 1350 രൂപയാണ് GST. പിന്നെ 10% പണിക്കൂലിയുണ്ട്. പണിക്കൂലി കാണണം. പണിക്കൂലി 10%. ഇതിൻ്റെ 45000ൻ്റെ 10%. നമുക്ക് ഇത് വെട്ടിപ്പോയ 45, പിന്നെ 450 10 ഗുണിക്കുമ്പോൾ 4500 രൂപ. കൂടാതെ പണിക്കൂലിയുടെ 5% GST ഉണ്ട്. പണിക്കൂലി നമുക്ക് കിട്ടിയല്ലോ, ഇതിൻ്റെ 5% GST ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ GST കാണണം. എത്രയാണ്? 4500 ഇൻറ്റു 5%. 5/100. നമുക്ക് 100ഉം 2 0 വെട്ടിപ്പോയാൽ 45 ഇൻറ്റു 5 225 രൂപ. ഇത്രയും പലവിധ ചാർജുകളാണ്. ഇനി എന്താ കാണേണ്ടത്? മോതിരത്തിൻ്റെ വില കാണണം. മോതിരത്തിൻ്റെ വില കാണാൻ നമ്മളിതെല്ലാം കൂടി കൂട്ടിയാൽ മതി. മോതിരത്തിൻ്റെ ആകെ വില എത്രയാണ്? 45000 ഉണ്ട്. സ്വർണത്തിൻ്റെ വില 45000 പ്ലസ് ഇനി ടാക്സും പണിക്കൂലിയും. ആദ്യ ടാക്സ് GST എത്രയാണ്? 1350. പണിക്കൂലി എത്രയാണ്? 4500. പണിക്കൂലിയുടെ മുകളിലുള്ള GST എത്രയാണ്? 225. ഇതെല്ലാം കൂടി കൂട്ടണം നമുക്ക്. ഇവിടെ 5 എന്ന് വരും. ഇവിടെ 2 5 7, 2 5 7 3 10, ശിഷ്ടം 1, 1 4 5, 5 1 6 5 11, ശിഷ്ടം 1, 1 4 5. മോതിരത്തിൻ്റെ ആകെ വില എത്രയാണ്? 51075 രൂപ.